പ്രേമസ്വരൂപങ്ങളും ആത്മസ്വരൂപങ്ങളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദരണീയരായ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും മറ്റു മന്ത്രിമാർക്കും വിശിഷ്ട വ്യക്തിക്കും നമസ്കാരം. 25 വർഷം മുമ്പേ ആരംഭിച്ച ഈ ആസ്പത്രി അന്നത്തെ ഭാരത പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 25 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് സന്തോഷകരമാണ്. ഇത്ര കാലവും എല്ലാവരും ആത്മാർത്ഥമായിട്ടും സമർപ്പണത്തോടും ഡോക്ടർ മക്കളും നേഴ്സ് മക്കളും മറ്റെല്ലാ മക്കളും സേവ ചെയ്തു. അവരുടെ നന്ദി വാക്കാപ്പറയാൻ പറ്റില്ല. എൻ്റെ ഹൃദയം കൊണ്ട് അവരെ നമിക്കുന്നു. ആരോഗ്യമെന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. തീവ്രമായൊരു ദുഃഖാവസ്ഥയാണ് രോഗം. ക്ഷമയോടും സ്നേഹത്തോടുള്ള പരിചരണം ഏറ്റവും അധികം അർഹിക്കുന്നവരാണ് രോഗികൾ. അവരുടെ അഭയവും ആശ്രയവും ആശ്വാസകേന്ദ്രമാണ് ആസ്പത്രികൾ. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കാണപ്പെട്ട ദൈവമാണ്. അതുപോലെ തന്നെ മറ്റ് നഴ്സുമാർ മക്കളും മറ്റെല്ലാ സേവനം ചെയ്യുന്നവരും ആസ്പത്രി സേവനം ചെയ്യുന്നവരും ഒരു വേദനിക്കുന്ന സമയത്ത് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നത് അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് മാതാ പറയുന്നത്. അതുകൊണ്ട് ആസ്പത്രികളിൽ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരും മറ്റു നഴ്സ് മക്കളും മറ്റെല്ലാവരും ഹൃദയം തുറന്ന് ചിരിക്കുന്നവരാണ്, നല്ല വാക്ക് പറയുന്നവരാണ്. അവിടെ നോക്കലും വാക്കിലും കാരുണ്യത്തിൻ്റെ ആർദ്രതയുണ്ടാകണം. അവർ നല്ല കേൾവിക്കാരാണ്, രോഗിയുടെ മനോദലം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റെല്ലാ ജോലി ചെയ്യുന്ന മക്കൾക്കും അവരുടെ സ്വകാര്യമായ കുടുംബഭാരം ഉണ്ടെന്നറിയാം. എന്നാലും നമ്മൾ അത് മറന്നിട്ട് തൻ്റെ കുഞ്ഞിനെ പോലെ ആശ്വസിപ്പിക്കുന്നൊരു ഭാവം ഉണ്ടായാൽ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട് അറിയാൻ പറ്റും. അമ്മ പറയുന്നതെന്നുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സേവനം ചെയ്യാനുള്ള അവസരം പാഴാക്കുന്നതാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് വേഴാമ്പലിനെപ്പോലെ ദാഹിച്ച് കീഴുന്നത് നിഷ്കാമ സേവയാണ്, സന്മനസ്സുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധം കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് സഞ്ചരിക്കും. എന്നാൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സുഗന്ധം എല്ലാ ദിക്കിലും ഒരേപോലെ പടരും. ഈ ആസ്പത്രി തുടങ്ങിയത് തന്നെ അനേക മക്കളുടെ ദുഃഖം 52-60 വർഷം കൊണ്ട് അമ്മ കേൾക്കുന്നുണ്ട്. അന്ന് കണ്ടത് ഹാർട്ടിൻ്റെ ജനിക്കുമ്പോഴേ കുട്ടിയുള്ള കുഞ്ഞുങ്ങൾ. ഇന്ത്യയിൽ അങ്ങനെയുള്ള വാൾവൊന്നുമില്ല. അന്ന് വെളിയിൽ നിന്ന് വരുത്തണം കാലത്ത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാതെ അവർ 80 വയസ്സ് ജീവിക്കേണ്ടത് 40 വയസ്സ് മരിച്ചാണ് കണ്ടത്. അതുകൊണ്ട് അന്ന് ആഗ്രഹിച്ചതാണ് ഇതുപോലെ റിസർച്ച് കാര്യങ്ങളും ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിച്ച് അങ്ങനെ ചെയ്തതാണിത്. പിന്നിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വന്നിട്ട് കൊറോണ സമയത്ത് തന്നെ അച്ഛനമ്മയും അവർ കിട്ടുന്ന പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ ചിലവും കഴിഞ്ഞ് അത്ര മരുന്ന് മേടിക്കാനില്ല പൈസ. അവർക്ക് 10,000 രൂപയൊക്കെ വേണം ചികിത്സയ്ക്ക് വേണ്ടി. 2 പേർക്കും ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അവരപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് പ്രഷർ ഗുളിക ഇന്ന് കഴിച്ച നാളെ കഴിയില്ല. അങ്ങനെ ആയപ്പോൾ ചിലർക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പുണ്ട്, ചിലർ മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെയാണ് പലരും പോകുന്നത്, ആവശ്യങ്ങളുടെ പുറകെയല്ല. അതിപ്പം 10,000 രൂപയുടെ വാച്ച് മേടിച്ചാൽ സമയം അറിയും, 1,00,000 രൂപയുടെ വാച്ച് മേടിച്ചാൽ സമയം അറിയും. അപ്പോൾ ആവശ്യത്തിനെടുത്ത് മറ്റുള്ള സഹായിക്കുക ഒരു മനസ്സോടെ നമുക്ക് ഉണ്ടാകാൻ നല്ലതായിരിക്കും. ഞാൻ പുഷ് ചെയ്യുന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ സമൂഹത്തിൽ ഈ താളലയം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ചോദിക്കും, അമ്മ ഒരു ആസ്പത്രി തുടങ്ങേണ്ട കാര്യമുണ്ടോ? സനാതന ധർമ്മത്തിൽ സൃഷ്ടി സൃഷ്ടാറുണ്ടല്ലോ നമ്മൾ എപ്പോഴും പറയും. സൂര്യനും എഴുതിയുടെ ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഒന്നും വേണ്ട. കമ്മലും മാലയിലും സ്വർണ്ണമുണ്ട്, സ്വർണ്ണത്തിലും കമ്മലും മാലയുണ്ട്. ഈശാവാസ്യവിധം സർവ്വം എന്നാണ് സനാതനം പറയുന്നത്. ഈശ്വരെല്ലാം ഒന്നുമില്ല.
പ്ലെയിൻ്റെ എഞ്ചിൻ കേടാനും പറക്കാനില്ല, സ്ക്രൂ ബെല്ലിലും പറക്കാൻ പറ്റിയില്ല. അപ്പോൾ സനാർത്തൊന്നും നിസ്സാരമല്ല. എല്ലാത്തിനും ഈശ്വരനെ കണ്ട് സ്നേഹിക്കാനും സേവിക്കാനാണ് പറയുന്നത്. ഋഷികൾ തന്നെയാണ് ഈ മരുന്നുകളെല്ലാം ആയുർവേദ ശാസ്ത്രത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലക്ഷ്മണൻ ബോധം കെട്ട് വീണ സമയത്ത് രാമനടുത്തുണ്ടായിട്ടും ഹനുമാൻ മരുന്നിന് പോയി. അപ്പോൾ മരുന്നും ആവശ്യമുണ്ടെന്നാണല്ലോ കൃഷ്ണൻ തന്നെ ധന്വന്തരമൂർത്തിയായിട്ട് അവതരിച്ചെന്ന് പറയുന്നു. മരുന്നും മന്ത്രമെന്നാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും ആവശ്യമുള്ളതാണ്. വിശപ്പിന് ഭക്ഷണം പോലെ ശരീരത്തിന് ഇതൊക്കെ ആവശ്യമാണ്. കുറേ പ്രതിബന്ധങ്ങൾ ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. എന്നാലും രോഗിക്ക് വേണ്ടിയാണ് ഡോക്ടർ ജീവിതം. മക്കൾ ചിന്തിക്കുമായിരിക്കും, ഈ അവസരത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു മോള രോഗി തന്നെ കൊന്ന കാര്യം. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് എല്ലാവരുടെ ഹൃദയത്തിൽ. എപ്പോഴും ഒരു ഭയന്നുകൊണ്ട് പോകേണ്ട അവസരം ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതറിയാൻ വയ്ക്കും. ഈ അവസരത്തിൽ ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർക്കും എങ്ങനെ ഇവർക്ക് മറക്കാൻ പറ്റുമെന്ന് ശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. ചിലപ്പോഴെങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ എല്ലാം ഈശ്വരൻ്റെ ഇച്ഛയാണെന്ന് വെച്ച് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. അത്തരം സന്ദർഭങ്ങളിൽ വിവേകം ഉപയോഗിച്ച് ശരിയായ കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയണം. ഉദാഹരണം, നമ്മളൊരു പരീക്ഷയിൽ തോറ്റാല എല്ലാം ഈശ്വര നിശ്ചയമെന്ന് വെച്ച് പഠിച്ചു നിർത്തുന്നത് ശരിയല്ല. നന്നായി പഠിച്ച് പരീക്ഷയോടുകൂടി എഴുതാൻ ശ്രമിക്കണം. മറ്റ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രവൃത്തികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. പക്ഷെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസരങ്ങളിൽ എല്ലാം ഈശ്വരീച്ഛയായി സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം, നമ്മൾ ആരുടെ പൊക്കം വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മുടെ സെല്ലുകളിലെ ജീൻസിൽ 5 അടിയിൽ കൂടുതൽ നീളം വയ്ക്കാനുള്ള ഘടനയില്ല. അതുകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും 1 ഇഞ്ച് പോലും നീളം വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു വരില്ല. കാലെണ്ണം മേളിൽ തൊട്ടിയിടും, തല കുത്തരെ നിന്നാലും അല്ല മരുന്ന് കഴിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നീളം വയ്ക്കില്ല. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ശക്തി സമയം കളയുമെന്ന് മാത്രമല്ല, കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ചില കർമ്മം പ്രാർത്ഥന കൊണ്ട് മാറും, ചില പ്രായച്ചിത്തം കൊണ്ടേ മാറത്തുള്ളൂ. ചില പ്രാർത്ഥന ചെയ്താലും തിരിച്ചു വരുന്നതുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ചില മരുന്നുകൊണ്ട് മാറുന്ന രോഗമുണ്ട്, കുറേ മാറും. ചില ഓപ്പറേഷൻ ചെയ്യാനും മാറുള്ളൂ, ചിലത് ഓപ്പറേഷൻ ചെയ്യാൻ തിരിച്ചു വരുന്ന രോഗമുണ്ട്. ചില ക്യാൻസർ 3-ാം സ്റ്റേജ് ക്യാൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കാനേ പറ്റുള്ളൂ. എന്നാലും പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രയത്നിക്കാം. നമുക്ക് മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷമുള്ള തീരുമാനമാണ്. ചിരിച്ചാലും കരഞ്ഞാലും സമയം പോകും. അപ്പോൾ അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല. ജീവിതം ഒരു നീർക്കമുള്ള പോലെയുള്ളു. ഏത് നിമിഷവും പൊട്ട. അപ്പോൾ ഈ നിമിഷം വേഗമാണ് നമ്മുടെ ശരിയായ ആയുസ്. അത് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ല മനുഷ്യനാകാനല്ലേ ശ്രമിക്കേണ്ടത്. എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ല കർമ്മം ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. അതാണ് എന്ന് നിലനിൽക്കുന്ന ജീവി മരണമില്ലാത്ത അമരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അകത്തും പുറത്തും. നമ്മുടെ പല അടിപൊട്ടി മക്കളും പല വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അവർ ജീവിച്ചിരിക്കുന്നത് തന്നെ മരണപത്രത്തിൽ എഴുതി വയ്ക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് എടുത്തു ദാനം ചെയ്യണമെന്നുള്ളത് നടന്ന സംഭവമാണ്. മരിച്ചു കഴിഞ്ഞ് കണ്ണ് ദാനം ചെയ്തവരെ ആ മോൻ്റെ അമ്മ എന്നോട് വന്ന് പറയണം, അമ്മ എനിക്ക് വിഷമം വരുമ്പോൾ ദാനം മേടിച്ചവരുണ്ടല്ലോ, ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, എൻ്റെ മോൻ്റെ കണ്ണല്ലേ, എൻ്റെ മോൻ്റെ കണ്ണല്ലേ എന്ന് ഞാൻ നോക്കിയിരിക്കും. അപ്പോൾ എനിക്ക് ഒരു ആശ്വാസം കിട്ടും. അതിലൂടെ കൈമാറ്റി വെച്ച് അവരും വന്നു, ഈ കൊടുത്തവരുടെ അമ്മയും മോൻ്റെ അമ്മയും വന്നു. അപ്പോൾ ഇതെൻ്റെ മോൻ്റെ കൈ എൻ്റെ മോൻ്റെ കൈ നമ്മളുടെ അമ്മ വയ്ക്കുന്നുണ്ട്. നമ്മൾ മരിക്കുമ്പോൾ ഒരു പിടി ചാരമാകുക, അല്ലെങ്കിൽ കുറേ പുഴുക്കളായി നമ്മുടെ ശരീരം പുഴുവായോ അല്ലേ, അങ്ങനെയാണ് തീരുന്നത്. ഇങ്ങനെ പോകുന്നത് ആർക്കെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ
നമ്മൾ മരിക്കുമ്പോഴും ജീവിക്കുന്നു, ജീവിക്കുമ്പോഴും ജീവിക്കുന്നു. മരിക്കുമ്പോൾ മറ്റുള്ളവർ കൂടി ജീവിക്കുന്നു. നല്ല കർമ്മം ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യം അവർക്കുണ്ടാവും. ഈ അടുത്ത കാലങ്ങളിൽ കൊറോണയുടെ സമയം തൊട്ട് ഓരോ അമ്മമാരുടെ അച്ഛനമാരുടെയും നിലവിളി തന്നെ കേൾക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഫോൺ നോക്കിയിരുന്നുകൊണ്ട് ലഹരിയും കഴിച്ചു. ഇപ്പോൾ അവർ ഉറങ്ങുന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല, മുറിയിൽ തന്നെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം അമ്മ? ലോകത്തിന് പരിമളം കൊടുക്കേണ്ട പുഷ്പമാണ് ഈ കുഞ്ഞുങ്ങൾ. അവർ മുട്ടായിരിക്കുമ്പോഴേ പുഴുവെടുത്ത് വീഴുന്നതായിട്ടാണ് കാണുന്നത്. കാല് പിടിച്ച് പൊന്നെ മക്കളോട് പറയാണ്, ഇതിൻ്റെ പുറകെ പോകല്ലേ. ഗവൺമെൻറ്റിനോടും പറയാണ്. അപ്പം യുദ്ധത്തെക്കാളും നമുക്ക് പേടിക്കേണ്ട ഇതാണ്. ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെ വളർത്തിയും പരിപാലിച്ചും ഈ സ്ഥിതിയിലെത്തിച്ച ലോകത്തോടും അതിലെ സകല ജീവജാലങ്ങളോടും നമുക്കൊരു കടപ്പാടുണ്ട്. ഈ ഭൂമി നമുക്ക് അമ്മയാണ്, ഈ പ്രകൃതി നമുക്ക് അമ്മയാണ്. ആ അമ്മയോടുള്ള കടമ നമ്മൾ മറക്കരുത്. കഷ്ടപ്പെടുന്ന സഹോദരന്മാരുടെ നിലവിളി കേൾക്കാതെ പോകരുത്. അവർക്ക് ആശ്വാസമേകാൻ നമ്മളാലാകുന്നത് നമ്മൾ ചെയ്യണം. അതിന് വലിയ പദവിയുടെയോ പണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. സ്നേഹപൂർണമായ ഒരു വാക്ക്, കാരുണ്യത്തോടുള്ള ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ചെറിയ സഹായം, അവ തന്നെ നമ്മുടെ അവരുടെയും ജീവിതം പ്രകാശപൂർണമാക്കും. ഇത് നേടാൻ കഴിഞ്ഞു എന്നതല്ല, എന്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ഒരു ജീവൻ ഒരു നിമിഷത്തെങ്കിലും സന്തോഷം പകരാൻ കഴിഞ്ഞാൽ അത്രകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകും. കഴിഞ്ഞ ദിവസം ഉണ്ടായ തീവണ്ടി അപകടം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. മരിച്ച ജീവൻ അങ്ങനെ മരിച്ചു. ബന്ധുമിത്രാദികളും അവർ മരിച്ചതുമില്ല, ജീവിക്കുന്നുമില്ല, അങ്ങനെ ജീവൻ പടയ്ക്കുകയാണ്. ആ വേദനയ്ക്ക് ഒരു മരുന്നും കൊടുക്കാനില്ല. അവർക്കൊക്കെ മനഃശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കർമ്മത്തിലും ശ്രദ്ധയുണ്ടായി ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശക്തിയും കിട്ടി എല്ലാവരോടും കാരുണ്യം തോന്നാനും കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.